Good afternoon, sir. Yes, good afternoon, Anju. Sir. Good afternoon, sir. Good afternoon, sir. Great, Good afternoon, sir. David. Good afternoon. Good afternoon, sir. Yes, Prima, Nura. Okay, Salisha, Silsha, Rishmi, Tasmi. Okay, let us start. Good afternoon, sir. Okay, Uni, good afternoon. Good afternoon, sir. Yes. Okay, Abhirami, good afternoon. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Let us start. Okay. Prayer ഉണ്ടോ? ഞാനാണ് സാർ. Okay. പറഞ്ഞോളൂ. കാരുണ്യം വിളക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടേണമേ. ഈ തിരി മുന്നോട്ട് പോകുവാനായെൻ്റെ കൈത്തിരി നാളം തെളിക്കേണമേ. കാണായവർക്കെല്ലാം ഉള്ളിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുമോ നീ? ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും സ്നേഹം അവിടുത്തെ സൃഷ്ടിയല്ലോ. കാരുണ്യം കൈവിളക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടേണമേ. Okay, signing on. Good afternoon, sir and friends. Myself, Adira Kiran. I am thrilled to welcome you all to today's live class. I am very happy to be here today. I learn and grow together a classroom experience that I really enjoyed. Teachers help us in learning new things. It is a place where we make friends, share ideas, and learn new things together. It is where I feel happy and motivated to do my best. Let's begin our class with thought and action song. Welcome Unnimeri for thought, action song for Nura. Thank you. Thank you, sir. Okay. Mimeli. Yes, sir. Yes. Make your thoughts and preparations beautiful, and there will be progress in life. ചിന്തകളും ധാരണകളും മനോഹരമാക്കുക, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. Thank you, sir. Okay. Then action song. Action song. Adira Kiran, ആരാണ് action song? Noora. Hello, sir. Me. Okay. Continue. Twinkle, twinkle, little star, how I wonder what you are. Up above the best so high, like a diamond in the sky. Thank you, sir. Okay. Action song, action കൂടി കാണിച്ചാണല്ലേ? Very good. Okay, Nura. Very good. Yes. Okay. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇന്നത്തെ തോട്ടും ഗാനവും ആക്ഷൻ സോങ്ങും വെരി ഗുഡ്. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മളിപ്പോ അടുത്തായിട്ട് ഞാൻ പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. അത് യൂണിറ്റ് നമ്പർ 10 എന്ന് പറയുന്ന യൂണിറ്റ് ആണ് പ്രിപ്പോസിഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു. യെസ്, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാൻ നമ്മൾ ടു, ഇൻ, ഔട്ട്, ബിലോ, അണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചു പോകുന്ന ആ സംഗതികളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ പറയാം. ഹിന്ദിയിലും ഇതുപോലെ തന്നെയുണ്ട്. ഹിന്ദിയിൽ പറയുമ്പോൾ നേ, കോസെ, കെലിയെ, കാക്കെ, കി, പർമേ എന്നൊക്കെ പറയുന്ന അതേ സംഗതി ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രിപ്പോസിഷനായി. ടു, വേണ്ടി, ശേഷം, ആഫ്റ്റർ എന്ന് പറയുന്ന കാര്യങ്ങളുടെ അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ അത് നമ്മൾ ആദ്യം പറയുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഒരു വേർഡ് വെച്ചിട്ട് നമുക്കത് പറയാം. അത് കോമൺ ആണ്. പക്ഷെ എല്ലായിടത്തും അത് അതുപോലെ തന്നെ വരണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങൾ അതിന് വരും. ഉപയോഗത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീ എന്ന് പറയുന്ന ഒരു വേർഡ് പറയാണ്. ME, മീ. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ. യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. യു ടീച്ച് മീ, നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. യു ബീറ്റ് മീ, നിങ്ങൾ എന്നെ അടിക്കുന്നു. ഓക്കെ, മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ. അപ്പൊ ആ ഒരു വേർഡ് എടുത്തിട്ട് നമുക്ക് എല്ലാ വേർഡിന്റെ എല്ലാ പ്രിപ്പോസിഷനും ഈ മീ എന്ന് പറയുന്ന വേർഡിനെ കൂടി ചേർത്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. മീ മീൻസ് എന്നെ. അപ്പൊ അടുത്ത വേർഡ് പറയും ടു മീ. ടു മീ എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക്, എന്നോട്. ആ അർത്ഥമാണ് ടു മീ എന്ന് പറയുന്നത്, എനിക്ക്, എന്നോട്. അപ്പൊ മീ എന്നുള്ളതിന് പകരം നിങ്ങൾ യു എന്ന് ചേർക്കുമ്പോൾ ടു യു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങളോട്. ടു ദം, അവർക്ക്, അവരോട്. അല്ല, ആ വേർഡ് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ട് പറയുന്നത് അപ്പൊ ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, എന്നോട്. അടുത്തത് വിത്ത് മീ. വിത്ത് പ്രിപ്പോസിഷൻ ആണ്. വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ, എന്റെ ഒപ്പം എന്നർത്ഥമാണ് വിത്ത് മീ. ആ മീ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് അവിടെ ചേർക്കാം. വിത്ത് മീ. അടുത്തത് ബൈ മീ. BY ബൈ. ബൈ മീ. ബൈ മീ മീൻസ് എന്നാൽ. ബൈ യു, നിങ്ങളാൽ. ബൈ ദ ടീച്ചർ, ടീച്ചറിനാൽ. ഉണ്ടാവും. ആൽ എന്ന അർത്ഥത്തിലാണ് ബൈ മീ. അടുത്തത് ഫ്രം മീ. ഫ്രം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്നും. ഫ്രം മീ, എന്നിൽ നിന്നും. അടുത്തത് ഇൻ മീ. എന്നിൽ. ഇൻ മീ, എന്നിൽ. അടുത്തത് ഓൺ മീ. ഓൺ മീ. ദാറ്റ് മീൻസ് എന്റെ മേൽ, എന്റെ മുകളിൽ, എന്റെ മേൽ എന്നർത്ഥമാണ്. അറ്റ് മീ, എന്റെ നേരെ. അറ്റ് മീ. ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ മീ, എനിക്ക് വേണ്ടി. എബൌട്ട് മീ, എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ പറ്റി. എബൌട്ട് മീ. ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. വിത്തൗട്ട് മീ. വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്. ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഉപയോഗമാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കും. ഇത് കൂടാതെ കുറച്ച് ഇതിനകത്ത് ചെറിയ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അറ്റ്, എന്റെ നേരെ എന്ന് പറഞ്ഞു. പക്ഷെ അറ്റ് എന്നുള്ളത് ടൈമിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സ്ഥലത്ത് അറ്റാണ് കയറി വരുന്നത്. TKയും അറ്റ് 6 o'clock. അപ്പൊ അതിനെ കുറിച്ച് എക്സെപ്ഷണൽ കേസുകൾ അഡീഷണൽ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ആരാണ്? ഒരാള് നമുക്ക് വേണമല്ലോ. തസ്നീം ബീബി. തസ്നീം. യെസ്, തസ്നീം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വയ്യ സാർ, തീരെ സുഖല്ല. യെസ്. തസ്നീം ബീബി. No problem. Okay. Okay, are ready? Okay, yes sir. Okay. അപ്പൊ ഇവിടെ നോക്കിയിട്ട് മോണിറ്ററിലോട്ട് നോക്കുമ്പോൾ the most common prepositions are the following. കണ്ടില്ലേ? 98 ആണോ? അതന്നെ.
കണ്ടു കണ്ടു. അതിൽ ആ എബൌട്ട് തുടങ്ങിയൊന്ന് വായിച്ചു. About, above, across, after, behind. പറഞ്ഞോ. എബൌട്ട് എന്ന് പറഞ്ഞാൽ ആർക്കറിയാലോ എന്താണ്? കുറിച്ച്, എബവ് മുകളിൽ, എക്രോസ് കുറുകെ, After, ശേഷം, എഗെയിൻസ്റ്റ് പിന്നെ, എതിരെ, along, ലൂടെ, റോഡിലൂടെ, അങ്ങനെ പറയില്ല. among എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടയിൽ, പിന്നെ around, ചുറ്റും, അറ്റ് നേരെ, before, ക്ലിയർ ആവുന്നില്ല സാർ, എന്തോ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ സംഭവിക്കുന്നതാണ്. ഓക്കെ തസ്നി, ഓക്കെ ഓക്കെ ഷാഖാന ഒന്നുകൂടി പറയാം. യെസ്, ഞാൻ ഒന്നുകൂടി പറയാം കേട്ടാ. നോക്കിയേ, എബൌട്ട് കുറിച്ച്, എബവ് മുകളിൽ, എക്രോസ് കുറുകെ, ആഫ്റ്റർ ശേഷം, എഗെയിൻസ്റ്റ് എതിരെ, എലോങ് ലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഡിലൂടെ എന്നൊക്കെ പറയുന്നതിലൂടെ, എമങ് ഇടയിൽ, എറൗണ്ട് ചുറ്റും, അറ്റ് നേരെ. ഓക്കെ, ഇനി മുബീന രണ്ടാമത്തെ വരി വായിക്കും. രണ്ടാമത്തെ വരി ബിഫോർ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ്, ഓക്കെ. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിറകിൽ, ഓക്കെ. ബിലോ താഴെ, ഓക്കെ. ബിനീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴെ തന്നെയാണ്. ഓക്കെ. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരികെ. ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായി. നേരത്തെ 5 ഉണ്ട്, ഒരെണ്ണം കൂടി കൂടുതലായി, അപ്പൊ കൂടുതലായി. ഓക്കെ, അത് മാറിപ്പോകരുത്. ബിസൈഡ് അരികെ, ബിസൈഡ്സ് കൂടുതലായി. അടുത്തത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാല് ഇടയിൽ, മധ്യത്തിൽ. ഓക്കെ. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ. ഓക്കെ, അപ്പൊ മതി, ഇത് കിട്ടിയ മുബി. ഓക്കെ, ബിഫോർ പറഞ്ഞു, ബിഹൈൻഡ്, ബിലോ, ബിനീത്ത്, ബിസൈഡ്, ബിസൈഡ്സ്, ബിറ്റ്വീൻ ആൻഡ് ബിയോണ്ട്. അഞ്ചു KY. അടുത്ത മൂന്നാമത്തെ ലൈൻ ഒന്ന് വായിച്ച്. ബട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അർത്ഥം, എന്നാൽ അല്ലെങ്കിൽ പക്ഷേ. ബൈ ഡൗൺ താഴെ. ഡ്യൂറിങ് ഇടയ്ക്ക്. ഫോർ എന്ന് പറഞ്ഞാല് വേണ്ടി. ചില സന്ദർഭങ്ങളില് ഫോർ എന്ന് പറയുന്ന വാക്കിന് ബിക്കോസ് അർത്ഥം വരാറുണ്ട്. അത് ആ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ്. കോമൺ ആയിട്ട് വേണ്ടി. ഐ ലിവ് ഫോർ യു, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഓക്കെ. ഫ്രം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നിന്നും. ഫ്രം യു, നിങ്ങളിൽ നിന്നും. ഫ്രം ദ സ്കൂളിൽ നിന്നും. ഓക്കെ. ഇന്നുവരെ അകത്ത്, ഉള്ളിൽ. ഇൻസൈഡ് അതും ഉള്ളിലേക്ക്, അകത്തേക്ക്. ഓക്കെ. ഇൻടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലേക്ക് എന്ന് പറഞ്ഞാൽ ഇൻടു റൂമിലെ അകത്തേക്ക്, ഉള്ളിലേക്ക്. അടുത്തത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ കേട്ടാ. എക്സ്പെക്ട് അല്ല, എക്സെപ്റ്റ്. ഓക്കെ. അടുത്തത് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ കൂടെ വേറെ കൂടി വരുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടെ നമുക്ക് പറയാം അകന്ന.
On. അടുത്തത് ഓട്ടോടി ഉണ്ടല്ലോ. On. ഓൺ. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഉണ്ണിമേരി. 4ാമത്തെ ലൈൻ ഒന്ന് വായിച്ച്. യെസ്, ഉണ്ണിമേരിനെ കിട്ടിയില്ല. ഷഹാന. ഷഹാന വായിച്ചോളൂ. ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്. ഔട്ട്സൈഡ് പുറത്തന്നെ. പുറത്തിന്, പുറത്ത് വശത്തേക്ക്. അടുത്തത് ഓവർ കഴിഞ്ഞു. കഴിഞ്ഞു, കംപ്ലീറ്റ്. ഓക്കെ. റൗണ്ട് എന്ന് പറഞ്ഞ ചുറ്റും, അതോ റൗണ്ട് ആണോ? ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. സിൻസ് എന്ന് പറഞ്ഞിട്ട് അറിയില്ല. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. ആ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിലൊക്കെ പൈസ ഇടുമ്പോഴുള്ള മുതൽ പലിശ എന്ന് പറയില്ല, അതല്ല. സിൻസ് 1920, 1920 മുതൽ സിൻസ് 1920 മുതൽ എന്ന് പറയുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഒപ്പം എന്നാണോ? ഒപ്പം അല്ല, കാൾ. കാൾ കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CLL കാളല്ല. അപ്പൊ ഞാൻ പറയാം, ഷീ ഈസ് ബെറ്റർ ദാൻ രമണി. അവൾ രമണിയേക്കാൾ നല്ലതാണ്. കേട്ടാ, രമണിയേക്കാൾ എന്ന് പറയൂലേ. THEN അല്ലേ വരിക? THEN അല്ലേ? അത് ദെന്നാണ്. അത് ഇത് കേട്ടോ, രണ്ടാണ്. ദെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാണ്. ഇത് ദാനാണ്. ഇത് ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി പറയുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഇതാണ് തീർന്നേരട്ടെ. ഓക്കെ. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയാണോ സാർ? അല്ല, ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രിപ്പോസിഷൻ ആണ് പറയുന്നത്. ലൂടെ എന്നാണ്. നമ്മളൊരു എക്സാമ്പിൾ പറയാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് പുണ്യം കിട്ടുന്നു. പുണ്യം എന്നുള്ളതിന് വെർച്യു എന്ന് പറയാം. അപ്പൊ വി ഗെറ്റ് വെർച്യു ത്രൂ പ്രയർ. ത്രൂ പ്രയർ, പ്രാർത്ഥനയിലൂടെ. ആ പ്രാർത്ഥനയിലൂടെ എന്ന് പറയുന്ന വേർഡിനാണ് ത്രൂ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു പക്ഷേ ആർക്കെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു, ആരും പറഞ്ഞില്ല, എന്നാലും ഞാൻ പറയുന്നു. ഏറ്റവും ആദ്യത്തെ വരിയിൽ ഒരു എലോങ് പറഞ്ഞപ്പോഴും ഞാൻ ലൂടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏതിന്റെയും മുകളിലൂടെ പോകൂലേ, അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ ഐ വാക്ക് എലോങ് ദ റോഡ്. റോഡിലൂടെയാണ് നടക്കുന്നത്. ഐ ആം റണ്ണിങ് എലോങ് ദ റോഡ്. അപ്പൊ മുകളിലൂടെ. ആ മുകളിലൂടെ എന്നുള്ള ലൂടെ വരുമ്പോഴാണ് എലോ. അതിന്റെ ഉള്ളിലൂടെ എന്ന് പറയുമ്പോൾ അവിടെ ത്രൂ ആ വരും. യെസ്. അടുത്തത് ത്രൂ ഔട്ട്. ത്രൂ ഔട്ട്. ത്രൂ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, നമ്മൾ പറയല്ലേ ത്രൂ ഔട്ട് അവൻ ക്ലാസ്സിൽ ഒച്ചയുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് എന്റെ അർത്ഥം? ത്രൂ ഔട്ട്, തുടക്കം മുതൽ അവസാനം വരെ. നിരന്തരം. തുടർച്ചയായി. വെരി ഗുഡ്, വെരി ഗുഡ്. ടിൽ വരെ. വരെ എന്നാണോ? വരെ വരെ വരെ. ഓക്കെ ഓക്കെ ഓക്കെ. ടിൽ ഹിസ് റിട്ടേൺ, അവൻ മടങ്ങി വരുന്നത് വരെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഷഹന വളരെ നന്നായിട്ട് പറഞ്ഞിട്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഷെഫീന. ഷെഫീന. യെസ് സർ. പറഞ്ഞോളൂ ഷെഫീന. ഏറ്റവും അവസാനത്തെ വരി ഒന്ന് വായിക്കും. ടുവേർഡ്സ്. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ. നേരെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. then under. അടിയിൽ. ഓക്കെ, കറക്റ്റ്. until. വരെ. വരെ എന്ന് തന്നെയാണ്. അതുവരെ. അത് ഓക്കെ രമ്യ രാജേഷ്, കറക്റ്റ് ആണ്. അടുത്തത് up. 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 up എന്ന് പറഞ്ഞാല് മുകളിൽ. മുകളിൽ. വിത്ത് എന്ന് പറയുമ്പോ കൂടെ. കൂടെ. കൂടെ എന്ന് പറയാം, ഒപ്പം എന്ന് പറയാം. ഓക്കെ. അടുത്തത് within. വിത്തിൻ മീ, വിത്തിൻ യു എന്നൊക്കെ പറയാറില്ലേ? നിന്റെ ഉള്ളിൽ, നിന്റെ അകത്ത്. ഉള്ളിൽ.
വിത്തൗട്ട്. വിത്തൗട്ട്. കൂടാതെ. കൂടാതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ല രീതിയിൽ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് ഒന്നിട്ട് കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അപ്പൊ നമ്മളിവിടെ സൂചിപ്പിച്ചത് പ്രിപ്പോസിഷന്റെ കോമൺ ആയിട്ടുള്ള അർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അതിൽ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എടുത്തിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ മറ്റുപയോഗങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അറ്റ് 6 o'clock, അറ്റ് 4 o'clock, അറ്റ് 7 o'clock, നമുക്ക് അങ്ങനെ പറയാം. ടു ഷോ എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ അറ്റ് വേറൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലേസ്. പ്ലേസ് പറയുമ്പോൾ പറയാറുണ്ട്, പ്ലേസ് സ്ഥലം പറയുമ്പോൾ. ഇപ്പോ ഇൻ എറണാകുളം അറ്റ് പറവൂർ, ഇൻ പറവൂർ അറ്റ് ചേന്ദമംഗലം, അങ്ങനെ നമുക്ക് പറയാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അറ്റ് ചില ഫെസ്റ്റിവൽസിന്റെ കൂടെ, അതായത് ആഘോഷ റംസാൻ, ക്രിസ്തുമസ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽസിന്റെ കൂടെ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ വരാം. നൂറ, നൂറ. Yes, sir. ഓക്കെ, ആ അറ്റ് അടിയിൽ ഒന്ന് വായിച്ചേ. Used for a certain moment or point of time. യെസ്, ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി അറ്റ് ഉപയോഗിക്കുന്നു. പറയും. The meeting will start at 5 o'clock. ഓക്കെ ഓക്കെ, സാവകാശം ഒക്കെ പോകുമ്പോ ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock. മീറ്റിംഗ് 5 മണിക്ക് ആരംഭിക്കും. 5 മണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം, കറക്റ്റ് ടൈമാണ് 5 മണി. ഉണ്ടാ, ആ 5 മണി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ടൈമിന്റെ മുന്നിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? അറ്റ് 5 At o'clock. 5 o'clock. അടുത്തത് Similarly, ആ, at dawn, at noon, at sunset, at dusk, at night, ഉം, at midnight, ഉം. at the end of the book, ആ. at the beginning of the meeting. ആ ഡൗൺ എന്നുള്ളത് DAW കേട്ടോ. DAW, DA. പ്രഭാതം എന്നുള്ള പ്രഭാതം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. മോർണിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, DAW. യെസ്. അപ്പോ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് ഡാഷ് 4 o'clock എന്നായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടിയിൽ 3 പ്രിപ്പോസിഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ 3 പ്രിപ്പോസിഷനിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള പ്രിപ്പോസിഷനോടെ പൂരിപ്പിക്കുക. അവിടെ എന്ത് വരും? അറ്റ്. അറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. നൂറ, അടുത്തുകൂടി വായിച്ചു. used for festivals that mark a point in the year. ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇയർ, അത് ആ വർഷത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഇനി അത് വായിച്ചിട്ടില്ലേ? We will come to your house at Easter. അറ്റ് ഈസ്റ്റർ. അല്ല, ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷത്തിലെ ഒരു ഫെസ്റ്റിവൽ ആണ്. ആ ഫെസ്റ്റിവലിന്റെ നേരെ അടുത്ത് എന്റെ കൂടെ വന്നിരിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് അറ്റ് ഈസ്റ്റർ. ഇൻ ഈസ്റ്റർ എന്നല്ല പറയാം, അറ്റ് ഈസ്റ്റർ. അതുപോലെ നോക്ക്, at Christmas, at the New Year, at Ramzan, at Vishu, at the weekend, at dinner time. കേട്ടോ, വീക്കെൻഡ് എന്നാണ്. ഓക്കെ, അടുത്തത് at dinner time, at bed time. ബെഡ് ടൈം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. മൈ ഹസ്ബൻഡ് കെയിം ഫ്രം എബ്രോഡ് ഡാഷ് റംസാൻ. അടിയിൽ 3 പ്രിപ്പോസിഷൻ ഉണ്ടാവും. അതിന് നേരെ എന്ത് വരും? അവിടെ ഏത് പ്രിപ്പോസിഷൻ വരും? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 2 ഉപയോഗം നമ്മൾ പറഞ്ഞു. അറ്റ് എന്നുള്ളത് നേരെ എന്ന അർത്ഥമുണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞത്. ഇതിവിടെ നമ്മൾ 2 എടുത്ത് പറഞ്ഞത് ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, ഇറ്റ് ഷോസ് എ ഫെസ്റ്റിവൽ സീസൺ. ടു ഡിനോട്ട് ഫെസ്റ്റിവൽ സീസൺ, the preposition
at is used. ഓക്കെ, നൂറ വളരെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു. നൂറ വായിച്ചതുപോലെ അടുത്ത ആള് നീതു. Yes, sir. ഓക്കെ നീതു. അപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന പ്രിപ്പോസിഷൻ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമ്മൾ നേരത്തെ മുകളിൽ മേ എന്ന് പറഞ്ഞു, അത് നമുക്കറിയാവുന്നത്. പക്ഷേ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു സ്പെസിഫിക് ഡേ ആൻഡ് ഡേറ്റ് അത് പറയുന്ന സമയത്ത്, സ്പെസിഫിക് ഡേ ദിവസം ആൻഡ് ഡേറ്റ് പറയുന്ന സമയത്ത് എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നു? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഡേ, ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്തും നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഡേ. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ, രാവിലെയോ ഉച്ചക്കോ അങ്ങനെ ഒരു ഭാഗത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഈ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. യെസ്, വായിച്ചോളൂ നീതു. On, used for a specific day and date. Okay. Needu, spirit ponda. It is used to show the specific day and date. Okay, an example like you. She will come back on Monday. Okay, on Monday, തിങ്കളാഴ്ച അവൾ തിരിച്ചു വരും. അല്ല, തിങ്കൾ എന്ന് പറയുന്ന സ്പെഷ്യൽ ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നത്. തിങ്കൾ എന്ന് പറഞ്ഞ ചൊവ്വയല്ല, ഞായറല്ല, അല്ല, സ്പെസിഫിക് ഡേനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് പറയാം മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുന്ന എഴുതുന്ന എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ഓൺ വെച്ചിരിക്കുന്നു. ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓക്കെ, സ്പെസിഫിക് ഡേ. ഇതിനടുത്ത് പറയും. India became independent on 15th August 1947. ഓക്കെ, ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കറക്റ്റ് ഡേറ്റ് പറയുന്നു, 15-ാം തീയതി. ആ തീയതിയുടെ മുന്നിലാണ് എപ്പോഴും എന്ത് വരുന്നത്? ഓൺ വരുന്നത്. അല്ലാതെ മാസത്തിന്റെ മുന്നിലല്ല, വർഷത്തിന്റെ മുന്നിലും അല്ല. ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു? അവിടെയാണ് ഓൺ ഓൺ പ്രിപ്പോസിഷൻ. ഓൺ 15th. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീതു, Yes, sir. നീതുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ് വർഷം പറയണമെന്നില്ല. സ്ത്രീകളുടെ വർഷവും അല്ല വയസ്സും പുരുഷന്മാരുടെ ശമ്പളവും ചോദിക്കരുതെന്നാണ് പറയുന്നത്. നീതു ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. I was born on 24th January 1991. അല്ല, I was born on 24th January. ഡേറ്റ് പറയണേ എന്റെ തൊട്ട് മുന്നിൽ എന്ത് ഉണ്ടാവണം? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ടാവണം. ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരാം. ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ് ഡാഷ് 15th August 1947. നിങ്ങൾ എന്ത് പറയണം? ഡേറ്റിന് മുന്നിൽ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. ഓൺ. ഓക്കെ, അടുത്ത് വായിച്ചോളൂ. We have decided to visit Malampura on New Year's Day. ന്യൂ ഇയർ ദിവസം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് എ ഡേ കുറിച്ച് പറയാം. ന്യൂ ഇയർ ഡേ, ന്യൂ ഇയറിന്റെ അന്ന് ഞങ്ങൾ മലമ്പുഴ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഓൺ ന്യൂ ഇയർ ഡേ, ഓൺ ന്യൂ ഇയർ ഡേ. ഓക്കെ, അത് തന്നെയാണ് പിന്നെ താഴേക്ക് വന്നിട്ടുള്ളത്. എന്നാലും ഒന്ന് വായിച്ചു. Used for a specific part of any such day. Let's see in the park on Saturday. അപ്പൊ നമുക്ക് പറയാം തിങ്കൾ മുതൽ, ഓക്കെ, ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ എപ്പോഴും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർക്കാൻ മറക്കരുത്. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. Similarly, on the night of January 25, on Onam morning, January 25, part of a day. പിന്നെ on Onam morning, Autumn morning, on Christmas Eve. On Christmas Eve. Okay. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം. ഓക്കെ ചെയ്തു, വളരെ വെരി ഗുഡ്. ഓക്കെ. Thank you, sir. വെരി ഗുഡ്. നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു. ഓക്കെ, സ്പീഡിൽ പോകണ്ട, വായിക്കാന്നല്ല, എന്റെ ഒപ്പം ഒന്ന് കൂടെ വരാനാണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ രണ്ട് കാര്യങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗം പറഞ്ഞിട്ട് അത് വേറെ നിൽക്കട്ടെ, ഇതല്ലാതെ പറയുന്നതാണ്. പ്രിപ്പോസിഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡേയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുന്നിൽ ഉപയോഗിക്കും.
സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് പറയുമ്പോൾ ഉപയോഗിക്കും. ഒരു വർഷത്തിലെ അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേയെ കുറിച്ച് പറയുമ്പോഴും ഈ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഷെഫീന. Yes, sir. ഓക്കെ ഷെഫീന, അടുത്തതിലോട്ട് നമുക്ക് വരാം. അടുത്തത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. ഓക്കെ, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ സൂചിപ്പിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം, ഇത്ര ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പീരീഡ് പറയില്ലേ, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു ദൈർഘ്യം, ദാറ്റ് മീൻസ് ദ ലെങ്ത് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം ആവാം, അല്ലെങ്കിൽ എന്ത് പറയാം, ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ദൈർഘ്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഉപയോഗത്തിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ വായിച്ചോളൂ. Used before words that denote a period of time. That denote means that explain a period of time. പറഞ്ഞോളൂ. Our factory started functioning in 1996. അതൊരു പീരീഡ് അല്ല, കറക്റ്റ് പീരീഡ് അല്ല പറയുന്നത്. ഞങ്ങളുടെ ഫാക്ടറി സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്, ആരംഭിച്ചത് ഇൻ 1996 എന്നാണ്. 1996-ലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പറയുമ്പോൾ ആ വർഷത്തിന് തൊട്ടു മുന്നിൽ എന്ത് പറയുന്നു, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഷഫീനക്ക് പറയണമെങ്കിൽ ഷഫീന ജനിച്ച വർഷം എന്ന് പറഞ്ഞ അങ്ങനെ ഒറിജിനൽ പറയണമെന്നില്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞാലും മതി, മതി. യെസ്, I was born in 1994. ഓക്കെ, ഈ വേണമെങ്കിൽ പറയാം ഏത് വർഷമാണ് മോണ്ടിസോറിയിൽ ക്ലാസ്സിൽ ചേർന്നത് എന്നുള്ളത് പറയാം. I joined Montessori course in 2025. 2025. In 2025. അതിന് വർഷം പറയുന്ന സ്ഥലത്ത് എപ്പോഴും എന്ത് വരുന്നു, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുന്നു. Similarly, in summer, in winter, in summer means സമ്മർ കാലത്ത്. പറഞ്ഞോളൂ. in winter, in May, okay, in the morning, yes, in the afternoon, yes, in the evening, okay, in the daytime. okay, in the daytime. Okay, അതുപോലെ ഒരു പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ I came to his house in the morning. രാവിലെയാണ് അവന്റെ വീട്ടിൽ വന്നത്. In the morning, in the afternoon, in the evening, in the daytime, in summer, in winter. അത് ഒന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആ സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇന്നതാണ് ചേർക്കേണ്ടത്. കാരണം അതിന്റെ അടിയിൽ 3 ആൻസർ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി കൂടി വായിച്ചോളൂ ഷെഫീന. Used to show the total length of the time. ടോട്ടൽ ഓ ആണ്, അതിന്റെ TA ആണ് വന്നത്, TO. ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം Needed to complete some activity. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു പ്രവൃത്തി, അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. എക്സാമ്പിൾ വായിച്ചേ. Can you complete the work in 1 week? In 1 week. In 1 week. അതൊക്കെ ഒരു ആഴ്ചക്കുള്ളിൽ. അപ്പൊ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ലെങ്ത് ഓഫ് ടൈം കൊടുക്കുന്നത് എന്താണ്, ഒരാഴ്ചയാണ്. അപ്പോ ക്യാൻ യു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 week, ഒരു ആഴ്ചക്കുള്ളിൽ. അപ്പൊ ഇൻ 1 week എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ ഷെഫീന കുട്ടികളോട് ചോദിക്കുകയാണ്, പഠിക്കാൻ വരുന്ന കുട്ടികളോട് ചോദിക്കുകയാണ്, ഒരു മാസത്തിനുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമോ എന്ന് അവരോട് ചോദിക്കാം. ഇംഗ്ലീഷ് ചോദിച്ചേ. Can you complete the project in 1 month? Yes. Can you complete the project in 1 month? Okay. ഇനി ഷെഫീനയുടെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് പറയുകയാണ് 2 മണിക്കൂറിനുള്ളിൽ ഇത് പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചേ. Can you study this in 2 hours? 2 hours അല്ലെ? അപ്പൊ 2 hours, 2 മണിക്കൂറിനുള്ളിൽ ഇത് പഠിക്കാനായിട്ട് സാധിക്കുമോ? Can you study
in 2 hours. 2 മണിക്കൂറിനുള്ളിൽ. ഓക്കെ ഓക്കെ. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അടുക്കള ചെയ്തപ്പോ ആരെങ്കിലും വിത്തിൻ പറയാം. ഓക്കെ 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 പറയാം. ഒരു മാസത്തിൽ അത് വേറെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വിത്തിൻ വരും. യെസ്, ഒരു മാസത്തിന്റെ ഉള്ളിൽ. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻ 1 month. ഇപ്പൊ നിങ്ങൾ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ, കിച്ചണിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാവോ? ഇത് കഴിച്ചിട്ട് പോകാൻ പറ്റുമോ? അതൊക്കെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ. അപ്പോ ഷെഫീന, വെരി ഗുഡ് ക്ലിയർ ആയിട്ട് ഷെഫീന അത് വായിച്ചു. വെരി ഗുഡ്. യെസ്. അടുത്തത് ഉണ്ണിമേരി. ഉണ്ണിമേരി ഇല്ലാത്തതുകൊണ്ട് അടുത്ത ആളെ വിളിക്കുകയാണ്. സമീറ MT. സമീറ. യെസ്. അഭിരാമി KT. അഭിരാമി അല്ലേ? സാറിന്റെ പേര് ശ്രീജ എന്നാണ്. മോളുടെ പേരാണ് അഭിരാമി. ഫോണിൽ പോട്ടെ, പിന്നീട് നമുക്ക് തിരുത്താം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡൂറിങ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. ഡൂറിങ് എന്ന് പറഞ്ഞാല് ഓക്കെ, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. ഇടയ്ക്ക്. ഇപ്പൊ നമുക്ക് പറയാം, ഐ മെറ്റ് ഹിം ഡൂറിങ് ദ മീറ്റിംഗ്. മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ അവരെ കണ്ടു. അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ചെയ്തുകൊണ്ട് ടു എക്സ്പ്രസ് ആൻ ഐഡിയ വൈൽ എ സിറ്റുവേഷൻ ഈസ് ഗോയിങ് ഓൺ. ഒരു ഐഡിയ പറയുകയാണ്. വേറൊരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഉള്ളൊരു ഐഡിയയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ആ ഇടയ്ക്ക് എന്ന് പറയുന്ന ആ വേർഡായിട്ടാണ് ഡൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക്. യെസ്. അതിന്റെ താഴെ ഇത് വായിച്ചോളൂ. ഫസ്റ്റ് വൺ, യൂസ് ടു എക്സ്പ്രസ് the idea that an occurrence continues or a situation persists throughout the whole of the specified period. ഓക്കെ. ഇതായിട്ട് തോന്നുമെങ്കിൽ അത് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നോക്കിയാൽ ടു എക്സ്പ്രസ് ആൻ ഐഡിയ, ഒരു ഐഡിയ പറയാം. ഓഫ് ദാറ്റ് ആൻ occurrence ഇൻസിഡന്റ്, ഓഫ് ആൻ ഇൻസിഡന്റിനെ കുറിച്ച്. ആൻ ഇൻസിഡന്റ് that continues or a situation that persists throughout the whole of the specified period. സംഭവത്തിലുള്ളൂ വേറെ എന്തെങ്കിലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കുള്ള ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ അമീഷ അല്ലേ? ശ്രീജ. ഹലോ, ശ്രീജക്ക് ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ. ഡൂറിങ് സാധാരണ ആലോചിച്ചു കൊടുക്കും. കിട്ടുന്നില്ല സാർ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. യാത്രക്കിടയ്ക്ക് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് പേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള ആദ്യം പറയാം. I was traveling. എനിക്ക് പേഴ്സ് നഷ്ടപ്പെട്ടു. I lost my purse. I lost my purse. ഇനി ഇടയ്ക്ക് ഡൂറിങ് എന്തിന്റെ ഇടയ്ക്ക്? യാത്രക്കിടയ്ക്ക് എനിക്ക് എന്ത് ചെയ്തു? എനിക്ക് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഓക്കെ. വെരി ഗുഡ്. അതൊന്ന് ആലോചിച്ചാൽ മതി. ഇടയ്ക്ക്. എന്റെ അടിയിൽ രണ്ടാമത്തെ വായിച്ചു. യൂസ്ഡ് ടു മീൻ in the course of the house was told during the night. ഓക്കെ. നോക്കി. That's correct.
യൂസ്ഡ് ടു മീൻ ഇൻ കോഴ്സ് ഓഫ്, അത് ഇത് തന്നെയാണ് സംഭവം. അതിന് എക്സാമ്പിൾ കൊടുത്തേക്കണം നമുക്ക്. ദ ഹൗസ് വാസ് സ്റ്റോൾഡ് ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രിയുടെ ഇടയ്ക്കാണ് വീട്ടില് മോഷണം നടന്നത്, രാത്രിക്കിടയ്ക്ക്. ഓക്കെ, യെസ്. അപ്പോൾ ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ an action that occur while another action is going on. വേറൊന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇടയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് അഭിരാമി, അല്ല ആദിത്യല്ലേ ഇപ്പൊ പറഞ്ഞേ? ശ്രീജ. സാർ സ്റ്റോൾഡ് എന്താണ് അർത്ഥം? സ്റ്റോൾഡ് കളവ് പോവുക. കളവ് പോവുക, സ്റ്റീൽ, മോഷ്ടിക്കുക എന്ന് പറയില്ല. എന്റെ സ്റ്റീൽ, മോഷ്ടിക്കുക, കളവ് പോവുക, കൊള്ളയടിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. നോക്കിയേ, രമ്യ പറയുന്നു, ഷീ മെയ്ഡ് സെവറൽ ഇമ്പോർട്ടന്റ് ഫോൺ കോൾസ് ഡ്യൂറിങ് ഹെയർ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്കിന്റെ ഇടയ്ക്ക് അവൾ ധാരാളം ഫോൺ കോളുകൾ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല സെന്റൻസ്, വെരി ഗുഡ്. യെസ്. ഇനിയിപ്പോ അടുത്തത് വന്നിരിക്കുന്നത് അജി അല്ലേ? അടുത്തത് വരേണ്ട ആള് അജി കെ. രമ്യ പേര്. ഓക്കെ രമ്യ, രമ്യ. ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് ബൈ എന്ന് പറയുന്നത് ഞാൻ പറയാം. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈയുടെ പല ഉപയോഗങ്ങളുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ദ ലേറ്റ് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. ഏറ്റവും ഒടുവിൽ നമ്മൾ സമയം കൊടുക്കുക ആർക്കെങ്കിലും, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ, നമുക്ക് ഒരു ലേറ്റസ്റ്റ് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. പിന്നെ ബിഫോർ ദ ഡേ ആൻഡ് നൈറ്റ്, അത് അവിടെ ആ ബൈയുടെ അർത്ഥം നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരർത്ഥമില്ലേ രമ്യ? അതായത് ആൽ, എന്നാൽ, ബൈ മീ ലഞ്ച് പ്രിപ്പയർ ചെയ്യപ്പെട്ടു. ഓക്കെ, അത് ആ അർത്ഥമാണ് ബൈ മീ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ കടിയിൽ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് ബൈ രമേഷ് ബാബു, ബൈ ലീനാർഡോ ഡാവിഞ്ചി എന്ന് എഴുതാറില്ലേ? യെസ്. അപ്പോൾ അങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് ഉപയോഗങ്ങളാണ്, ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം ആൻഡ് ടു ഷോ ബിഫോർ ദ ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, രമ്യ പറഞ്ഞോളൂ. Used to donate the latest time by which something is to be done. You should complete the work by next Monday. Not Monday. Okay, used to denote latest time by which something is to be done. ഏറ്റവും അവസാനം അത് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ വേണ്ടി കൊടുത്തിട്ടുണ്ട്, യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ബൈ നെക്സ്റ്റ് മൺഡേ. അടുത്ത മൺഡേ, തിങ്കളാഴ്ചക്കുള്ളിൽ, ബൈ നെക്സ്റ്റ് മൺഡേ ഇത് പൂർത്തിയാക്കിയിരിക്കണം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവിടെ വിട്ടു പോകരുതാണ്. ദിസ് ഇസ് എ ലാസ്റ്റ്, ഇനിയില്ല, ഇനി അവിടെ നിന്നും മാറ്റില്ല. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇത് ഫൈനലായിട്ട് നമ്മൾ പറയില്ലേ, ഏറ്റവും ഒടുവിൽ ഇത്ര ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ബൈ നെക്സ്റ്റ് മൺഡേ. അപ്പൊ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേയിലോട്ട് പോകാൻ പാടില്ല, മൺഡേയുടെ ഡെഡ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് വായിച്ചോളൂ. You must be home by 9 o'clock. 9 മണിക്ക് വീട്ടിൽ മടങ്ങി വരാം. 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:05 ആവാൻ പാടില്ല. യു മസ്റ്റ് ബി ഹോം ബൈ 9. യെസ്. ഓക്കെ, അടുത്തത്. Used before day and night with the same meaning as during. വായിച്ചോളൂ. People traveling at night should keep a flashlight with them. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച അതേ അർത്ഥത്തില് ഓക്കെ 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 രമ്യ, ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച അതേ അർത്ഥത്തിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ ബൈ എന്ന് പറയുന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ ട്രാവലിംഗ് അറ്റ് നൈറ്റ്, രാത്രിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ
ഷുഡ് കീപ് എ ഫ്ലാഷ് ലൈറ്റ്, ഒരു ടോർച്ച് വിത്ത് ദം, അവരോടൊപ്പം ഫ്ലാഷ് ലൈറ്റ് അവരോടൊപ്പം കരുതേണ്ടതാണ്. അപ്പൊ ആ അറ്റ് നൈറ്റ് എന്നുള്ളതിന് പകരം ഡ്യൂറിങ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഡേ ആൻഡ് നൈറ്റ്. അപ്പോ അജി കഴിഞ്ഞു കഴിഞ്ഞാല് അക്സാജോയ്, അക്സാജോയ്, am I right? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത് ആരുടെ പേരാണ്? ഇയാളുടെ പേരാണ്? അതെ, എന്റെ പേര് തന്നെയാണ്. ഇതൊന്ന് പറഞ്ഞത് എന്താണ് പേര്? അക്സ കെ ജോയ്. അക്സ കെ ജോയ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ, കെ മാറി കിടക്കുന്നതാണ് അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഓക്കെ ഓക്കെ, അപ്പൊ ലെറ്റ് us come to അടുത്ത നമ്മൾ പ്രിപ്പോസിഷൻ നോക്കുന്നത് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നോക്കുന്നത്. ഫോർ. ഓക്കെ, ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ അർത്ഥം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ടി എന്താ പറയുക, ഐ ലിവ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ മക്കളോട് പറയുന്ന അതേ വചനാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഐ ലിവ് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അവിടെ വേണ്ടി എന്ന് പറയുന്ന ഒരർത്ഥം വരാൻ വേണ്ടിയിട്ട് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇറ്റ് ഓൾസോ ഷോസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം, കറക്റ്റ് പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് പീരീഡ് ഓഫ് ടൈം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറായി അവൻ വെള്ളത്തിന്റെ അടിയിലാണ്. അരമണിക്കൂർ, ഇതൊരു പീരീഡ് അല്ലേ? അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, അതിനൊരു എൻഡിങ് ഉണ്ട്. അതാണ് ഒരു പീരീഡ് ഓഫ് ടൈം. ഇനി അതിന്റെ താഴെ ഒരെണ്ണോട് വന്നിട്ടുണ്ട്, അത് സിൻസ് ആണ്. അതിന്റെ അർത്ഥം അത് പോയിന്റ് ഓഫ് ടൈം ആണ്. അത് ഞാൻ അത് എടുക്കുമ്പോൾ പറയാം, അത് പറയുമ്പോൾ പറയാം. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഫോർ ആയിരിക്കും. ഈ ഫോറും അതിന്റെ അടിയിലുള്ള സിൻസും സമയത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അതിന് ഫോർ എന്നും, ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അതിന് സിൻസ് എന്നും പറയും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. 1947 മുതൽ, അവിടെ മുതൽ എവിടം വരെ എന്ന് പറയുന്നില്ല, അല്ല അത് പോയിന്റ് പറയുന്നു, 47 മുതൽ. അപ്പൊ അവിടെ 1947 എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം ഒരു പോയിന്റ് ആണ് പറയണത്. അപ്പൊ സിൻസ് 1947 ആണ് കറക്റ്റ്. അപ്പൊ സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെയും ഫോർ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെയുമാണ് സൂചിപ്പിക്കുന്നത്. സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, whereas ഫോർ ഷോസ് എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളോട്ട് വരാം. വായിച്ചോ, ജോയ് വായിച്ചോളൂ. We have been living in this house for 6 years. ഒരു മിനിറ്റ്, നോക്കിയേ. We have been living in this house. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ ആരംഭിച്ചിട്ട് for 6 years. 6 വർഷമായി. അതൊരു പീരീഡ് അല്ലേ, ഒരു കാലഘട്ടം അല്ലേ? കറക്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ട്, എൻഡിങ് ഉണ്ടല്ലോ, ഒരു പീരീഡ് ആണ്. നേരത്തെ ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ 6 വർഷം, 6 years. അപ്പൊ അവിടെ ഫോർന്ന് തന്നെ വരണം. അടുത്ത എക്സാമ്പിൾ വായിച്ചേ. I rained continuously for 3 hours last day. നോക്കുക, ഐ എന്നുള്ളത് ഇറ്റ് ആണ്. ഇറ്റ് റെയിൻഡ് കണ്ടിന്യൂസ്ലി ഫോർ 3 hours ലാസ്റ്റ് ഡേ. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു. അപ്പൊ 3 മണിക്കൂർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. 3 മണി മുതൽ മഴ എന്നാണെങ്കിൽ അവിടെ സിൻസ് വരും. 3 മണി മുതൽ മഴ പെയ്തു എന്നാണെങ്കിൽ സിൻസ്. പക്ഷെ 3 മണിക്കൂർ മഴ പെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് എ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈമിന്റെ കൂടെ ഫോർ എന്നും പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെ സിൻസ് എന്നും. അപ്പൊ ജോയിനെ വായിച്ചോട്ടെ, അതിന്റെ അടിയിലെ കൊണ്ട് ഇത് വായിച്ചു. സിൻസ് അല്ലേ?
അതെ സിൻസ്. Used in the perfect tense to show that the exact point of or period of time in the past when something started. Example വായിക്കട്ടെ. അത് ഒരു മിനിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഇത് ഈ സിൻസ് വരുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. പെർഫെക്റ്റ് ടെൻസിലാണ് സിൻസ് എന്ന് പറയുന്ന, അപ്പൊ ഹാസോ ഹാവോ കൂടെ വരുന്ന ടെൻസുകളിലാണ്, ഹാഡൊക്കെ കൂടെ വരുന്ന ടെൻസുകളിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് കാണിക്കുന്നത് എ പോയിന്റ് ഓഫ് ടൈമിനെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വായിച്ചോളൂ, എക്സാമ്പിൾ വായിച്ചോളൂ. I have been studying French since last January. അവിടെ ഒരു മിനിറ്റ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫ്രഞ്ച് സിൻസ് ലാസ്റ്റ് ജാനുവരി. കഴിഞ്ഞ ജാനുവരി മുതൽ ഞാൻ ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നത്. ആ ജാനുവരി മുതൽ എവിടം വരെ അത് പറഞ്ഞിട്ടില്ല. അത് പറയുകയാണെങ്കിൽ അത് പീരീഡ് ഓഫ് ടൈം ആവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് തന്നെ ആ ഒരു ഗുഡ് ടെൻസ് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഫോറും സിൻസും ഉപയോഗിക്കുമ്പോൾ യെസ്, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് ഐ വാസ് 5 years. 5 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ പഠിക്കുന്നു. പിന്നെ ഇത് അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തുടക്കം മാത്രം ഉണ്ടാവുള്ളൂ അതിൻ്റെ അത്, അവസാനിച്ചതെന്നാണെന്ന് പറയുന്നത്. ഇവിടെയും നോക്കി, ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ ആരംഭിച്ചത് ലാസ്റ്റ് ജാനുവരിയിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോഴും എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ജോയി എവിടെ താമസിക്കണേ? നാടെവിടെയാ? പത്തനംതിട്ട. പത്തനംതിട്ട. എത്ര നാളായി അവിടെ താമസിക്കുന്നു? 20 വർഷത്തോളമായി. 20 വർഷമായി. അപ്പൊ ഏതാണ്ട് ഒരു 2005 മുതൽ അവിടെ താമസിക്കുന്നുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതാണ്, 2005 മുതൽ ഞാൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. നാളെയും ഞാൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞു. ഞാൻ സിറ്റുവേഷൻ പറയുകയാണ്. 2005 മുതൽ ഞാൻ പത്തനംതിട്ടയിലാണ്, ഇപ്പോഴും ഞാൻ പത്തനംതിട്ടയിലാണ്, നാളെയും ഞാൻ പത്തനംതിട്ടയിൽ തന്നെയാണ് താമസിക്കുന്നത്. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് പറഞ്ഞോന്നല്ല, തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റായിട്ട് തന്നെ പറഞ്ഞോളൂ. I have been living since ഒരു പത്തനംതിട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് സിൻസിലോട്ട് പോകാം. സിൻസിന് മുമ്പ് ഒരു പത്തനംതിട്ടയും കൂടി ചേർത്ത്. കറക്റ്റാണ് ജോയി പറഞ്ഞത്, കറക്റ്റാണ്. I have been living in Pathanamthitta since last. സിൻസ് പിന്നെ വർഷം പറഞ്ഞാൽ മതി. 2000 since 2004 അല്ലേ? 5. 2005. Okay, very good. Okay. I have been living in Pathanamthitta since 2005. 2005. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെയും അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെയാണ്. നേരെ മറിച്ച് നേരത്തെ അവിടെയായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഹാസിന് പകരം അവിടെ ഹാഡ് വെക്കണം. ഐ ഹാഡ് ബീൻ. അപ്പൊ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്ത്. അത് അപ്പൊ നമുക്ക് അങ്ങനെ പിടികിട്ടും. അപ്പൊ ഈ ടെൻസ് ഉപയോഗിക്കുന്ന അനുസരിച്ച് ആ ടെൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇന്നതാണ് എന്ന്. അപ്പൊ നമ്മൾ ഇതേപോലെയൊക്കെ പല ടെൻസുകളൊക്കെ കണ്ടിട്ടൊക്കെ പല സ്ഥലത്തും ഇതിലൊക്കെ അങ്ങനെയൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്ന് നമ്മൾ ഇപ്പോഴാണ് ചിലപ്പോൾ ചിന്തിക്കുക. എല്ലാവരും കേട്ടോ, കുറച്ച് പേര്. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഹാസ്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing വന്നു കഴിഞ്ഞാൽ നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാകുമെങ്കിലേ അത് അങ്ങനെ പറയാവൂ. ഹാസ്, ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബീൻ, പിന്നെ വെർബ് ing. നോക്കി ഇവിടെ ഈ സെന്റൻസിലെ എക്സാമ്പിൾ നോക്കി. ഹാസിലെ ഹാവിലെ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, സ്റ്റഡി എന്ന് പറയുന്ന വെർബിന്റെ കൂടെ എന്തുണ്ട്, ഒരു ing ഉണ്ട്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഒന്നും കൂടി പറയോ, പറഞ്ഞതൊന്നും കൂടെ ഒന്നും പറയോ? യെസ്, വേറെ ഒന്നുമില്ല. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BEN, ബീൻ
പ്ലസ് വെർബ് വി എന്നിട്ടാൽ മതി, വി പ്ലസ് ING. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, നാളെയും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോ അഭിരാമി പറയാണ് ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അഭിരാമി പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ബാങ്ക് സിൻസ് 2024. 2024 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളെന്ന് മനസ്സിലാക്കണം. 2024 മുതൽ അഭിരാമി ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോഴും ബാങ്കിലാണ്, നാളെയും ബാങ്കിൽ തന്നെ. നേരെ മറിച്ച് അഭിരാമി പറയാണ് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ അഭിരാമി ജോലി ചെയ്യുന്നത് ബാങ്കിലായിരുന്നു, ഇപ്പോൾ ബാങ്കിലല്ല, വേറെ സ്ഥലത്താണ്. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ടെൻസ് മാറുന്നതനുസരിച്ച് ആ അർത്ഥത്തിൽ വ്യത്യാസം വരും. യെസ്, അപ്പൊ സിൻസും ഫോറുമാണ് നമ്മളിവിടെ പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, വേറെസ് ഫോർ ഷോസ് എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ വായിക്കൂ ജോയി. I have not seen Sarah since she left college. Okay, I have not seen Sarah. ഞാൻ സാറയെ കണ്ടിട്ടില്ല. Since മുതൽ, എന്ന് മുതൽ, she left college, അവൾ കോളേജ് വിട്ടുപോയത് മുതൽ ഞാൻ സാറയെ, അന്ന് മുതൽ എന്ന് വരെ കണ്ടിട്ടില്ലെന്നല്ല, അന്ന് മുതൽ കണ്ടിട്ടില്ല. കേട്ടോ, ഒരു പോയിന്റ് പറഞ്ഞിട്ട് അവിടെ മുതൽ ഇല്ല എന്ന് പറയുന്നു. എന്നാണ് ആ പോയിന്റ് പറഞ്ഞേക്കണേ? എന്നാണോ കോളേജ് അടച്ചത് അന്നാണ് ഞാൻ സാറയെ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ജോയിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ കോളേജ് അടച്ചപ്പോ കണ്ട ഏതെങ്കിലും ഒരാള്, പിന്നെ കാണാത്ത ഒരാള് എന്ന് പറഞ്ഞത്? പോയോ? യെസ്. ഞാൻ പറയട്ടെ? പറഞ്ഞു. ആളുടെ പേര് ആലോചിക്കായിരിക്കും അല്ലേ? അല്ല, ഞാൻ പറഞ്ഞോണ്ടി, പക്ഷെ മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ ഓർത്തില്ല. I have not seen Sangeeta since she left college. Since she left college. I have not Sunny since she left the college. Sunny കോളേജ് വിട്ടു പോയതിനു ശേഷം ഞാൻ അവനെ അവിടെ കണ്ടിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. അന്ന് മുതൽ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നല്ല, അന്ന് മുതൽ ഞാൻ കണ്ടിട്ടില്ല ഈ അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇന്ന് കുറച്ചുകൂടി കയറി വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്. സിൻസ്, ഫോർ, അറ്റ്, ഇറ്റ്. പിന്നെ ഓക്കെ ദസ്നി, ചില വാക്കുകളുണ്ട്, ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻസേ വരും, അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ തസ്നിയെ എനിക്കിഷ്ടമാണ്, പക്ഷെ തസ്നി ഒരു ഐഡിയ പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വരും എക്സാമ്പിൾ. തസ്നി എക്സാമ്പിൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. തസ്നിയെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ തസ്നി പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്ത് പറയും? ഐ എഗ്രി വിത്ത് തസ്നി എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ തസ്നി മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ എന്നോട് ഇഷ്ടമാണ്. നേരെ മറിച്ച് തസ്നി എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ തസ്നി പറഞ്ഞ ഐഡിയ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഐ എഗ്രി ടു യു എന്ന് പറയും. വിത്ത് ഒരു പേഴ്സന്റെ കൂടെയും ടു ഒരു ഐഡിയയുടെ കൂടെയും. അപ്പൊ നമ്മൾ ഇത് കൺഫ്യൂഷൻ തോന്നുന്നു. ഇതിങ്ങനെ കുറെ വാക്കുകളുണ്ട്, നമ്മൾ തോന്നിയ സ്ഥലത്ത് തോന്നിയത് ഉപയോഗിച്ചിട്ടുണ്ട്. ടു അങ്ങ് ടു, അന്നേരത്തെ അതന്നെ കിട്ടിയത് വിത്ത്. അപ്പൊ ഇത് കൺഫ്യൂഷൻ വരും. ടു അല്ലേ വിത്ത്, രണ്ട് സ്ഥലത്ത് നമുക്ക് കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു വ്യത്യാസമുണ്ട്. ഐ എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഒരു വ്യക്തിയോടാണ് നമുക്ക് സമ്മതമെങ്കിൽ അത് എഗ്രി വിത്ത് ആണ്. ആ വ്യക്തിയുടെ ഐഡിയയോടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഐ എഗ്രി ടു ആണ്. അപ്പോ ഏതെങ്കിലും ഒരാള് ഐ എഗ്രി ടു യു എന്ന് തസ്നിയോട് പറയുന്നതും ഐ എഗ്രി വിത്ത് യു എന്ന് പറയുന്നത് രണ്ടും രണ്ടർത്ഥവും. അത് ഇംഗ്ലീഷ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എഗ്രി വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്നി ഇഷ്ടമാണ്, തസ്നി പറഞ്ഞതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐ എഗ്രി ടു യു എന്ന് തസ്നിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തസ്നിയുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ തസ്നിയോട് എനിക്ക് താല്പര്യമില്ല. യെസ് അല്ലെ? ചില മീറ്റിംഗ് ഒക്കെ നമ്മൾ കൂടുമ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ആള് കുടുംബശ്രീയിലെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ അവള് പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം നിങ്ങൾ? ഐ എഗ്രി ടു കണ്ട് പിന്നെ ആളുടെ പേര് പറഞ്ഞു രമണി എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ആ രമണി പറഞ്ഞതിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല,
രമണി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐ എഗ്രി വിത്ത് രമണി. അപ്പൊ ഇത് രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. ഇത് നോക്കാതെ നമ്മൾ പല സ്ഥലത്തും തട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? റൈറ്റ്. വിത്തങ്ങ വിത്ത്, ടൂവങ്ങ ടൂ വെച്ച് നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എഗ്രി കഴിഞ്ഞതിന് ശേഷം ഉള്ള വാക്കുകൾ നമ്മൾ നോക്കണം. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ വിത്താണ്, ടു ആണ്. ഐ എഗ്രി ഡാഷ് ദ മാരേജ് പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊപ്പോസലിനോടാണ് സമ്മതം പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ ടൂവേ വരുള്ളൂ, വിത്തല്ല. യെസ്. അപ്പൊ എഗ്രി വിത്ത് എ പേഴ്സൺ, ടു വേ തിങ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിത്ത്, ടു, വിത്ത് എന്നുള്ളതിന്റെ ഉപയോഗം, കൊണ്ട്, ഒപ്പം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ ചില എക്സെപ്ഷണൽ കേസുകൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് സിൻസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിലുള്ള വാക്കുകൾ നമുക്ക് പറയാം. ഓക്കെ. ഇത് നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. We will meet in the സർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കിലെ ക്ലാസ് റൂമിൽ ഓപ്പൺ ആവുന്നില്ല. ഏത് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ല. അതൊരു എന്നോടൊന്ന് പറഞ്ഞതല്ലേ നമ്മളെ? അല്ല, ലാസ്റ്റ് ഫ്രൈഡേ സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൺഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഓപ്പൺ ആവുന്നില്ല. സാറേ, ഇതുപോലെ 24-ാം തീയതിയിലത്തെ ക്ലാസ്സിലും കയറാൻ പറ്റുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. 24/2. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. ഒന്നും കൂടി ഇടാൻ പറയണോ അല്ലേ? ഒന്നും കൂടി ഇടാൻ ഫ്രൈഡേ. ശരി. ഓക്കെ. റെഡി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ 24/2 കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരത്തെ എന്നോട് പറഞ്ഞു. ഓക്കെ. ആരാണ് സൈനിങ് ഓഫ്? ഞാനാണ് സാർ. പറഞ്ഞോളൂ. Good afternoon, sir, and good afternoon, my dears. Sir, as we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Your explanation and examples, the preposition and the expression of time, at, on, in, during, by, for, since. Sir taught us will throw many examples. Thank you again for a great class session, sir. Okay. Very good, Urisha. Live example പിടിച്ചിട്ട്. Very good. Okay, മക്കളെ. We will meet next time. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. എല്ലാവർക്കും താങ്ക് യു.